സഹൃദയരെ, ഈ വർഷം പുറത്തിറങ്ങിയ എമ സ്റ്റോണിന്റെ തന്നെ വളരെ മനോഹരമല്ലാത്ത മറ്റൊരു ചലച്ചിത്രമാണ് ബുഗോണിയ. സംഭവം വളരെ നിസ്സാരമാണ്. ഇതിൽ രണ്ട് യുവാക്കൾ ചേർന്ന് നമ്മുടെ എമ സ്റ്റോണിനെ തട്ടിക്കൊണ്ട് പോകുന്നു. എമ സ്റ്റോൺ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ എമ സ്റ്റോണിനെ ഒരു അനുഗ്രഹ ജീവിയായി നമ്മുടെ യുവാക്കൾ കരുതുന്നു. അതിനുശേഷം എമ സ്റ്റോണിനെ അവർ തട്ടിക്കൊണ്ടു പോകുന്നു. ആമസോൺ പ്രൈം, ആപ്പിൾ ടിവിയിലെല്ലാം നമുക്ക് ഇതിപ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. OTT റിലീസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്. കോമഡി, സയൻസ് ഫിക്ഷൻ അങ്ങനെ ചെറിയൊരു കാറ്റഗറിയിലാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. IMDbയിൽ 7.5 റേറ്റിംഗും റോട്ടൻ ടൊമാറ്റോസിൽ 87%, ലെറ്റർ ബോക്സിൽ 3.9 ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. അതേസമയം ഇതിൻ്റെ ഡയറക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ യോർഗോസ് ലാന്തിമോസ്, മറ്റാരുമല്ല എമ സ്റ്റോണിനൊപ്പം പൂർ തിങ്സും ഒരുമിച്ചുണ്ടായിരുന്ന അദ്ദേഹം തന്നെയാണ് ഇതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തികച്ചും വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എമ സ്റ്റോണിനെ തട്ടിക്കൊണ്ടു പോകും വഴി ഈ രണ്ട് യുവാക്കളും ചേർന്ന് മുടി മുഴുവൻ അങ്ങ് ഷേവ് ചെയ്ത് കളയും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പെൺകുട്ടിയുടെ മുടി മുറിക്കുക എന്നത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് മാത്രമല്ല യുവാക്കൾ പറയുന്നത് ഈ എമ സ്റ്റോൺ ഒരു അന്യഗ്രഹ ജീവി ആയതുകൊണ്ട് മറ്റ് അന്യഗ്രഹ ജീവികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുടി മുറിക്കുന്നതെന്നാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ശരിക്കും എമ സ്റ്റോൺ മുടി മുറിച്ചിരുന്നു. അതുമാത്രമല്ല ഈ സിനിമയ്ക്ക് വേണ്ടി മുടി മുറിക്കണമെങ്കിൽ താൻ മാത്രം മുടി മുറിച്ചാൽ പോരെ, തൻ്റെ സംവിധായകനും മുടി മുറിക്കണം എന്ന് എമ സ്റ്റോൺ നിർബന്ധം പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംവിധായകനും മുടി മുറിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നായിക മുടി ഷേവ് ചെയ്യുന്നു, അപ്പോൾ ഡയറക്ടറും കൂടി ഷേവ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു കമ്പനി ആകുമല്ലോ, രണ്ട് മുട്ടകൾ. ഇനി ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ആദ്യത്തെ 1:22 ഏകദേശം 1:22 മിനിറ്റ് വരെ വളരെ 1 മണിക്കൂർ 22 മിനിറ്റ് വരെ വളരെ സാവധാനമാണ് സിനിമ പോകുന്നത്. ചിലർക്ക് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നിയേക്കാം. സ്വാഭാവികം, അങ്ങനെ സംഭവിക്കും. അത് അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് സിനിമ പോകുന്നത്. വളരെ പതുക്കെ ലാഗൊക്കെ അടിച്ച് ഇങ്ങനെ എഴിഞ്ഞാണ് ആ സിനിമ പോകുന്നത്. ഞാൻ തന്നെ ഫസ്റ്റ് ഹാഫ് കണ്ടതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് പിന്നെ ബാക്കി കാണുന്നത്. അപ്പോഴേക്കും സ്ട്രേഞ്ചർ തിങ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ആ 1 മണിക്കൂർ 22 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ സിനിമ ഒരു പോക്കുണ്ട്. പിന്നെ തീരുന്നത് നമ്മൾ അറിയില്ല. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പൂർ തിങ്സ് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഇതും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്രയും സമയം ഇങ്ങനെ എഴിഞ്ഞ് പോയിട്ട് അവിടെ വെച്ച് സിനിമ ഒരു പോക്കങ്ങ് പോവും. അങ്ങനെ പോക്കുണ്ട്. പിന്നെ ലാഗാണ്, ബോറിംഗ് ആണ് എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം. അത് സിനിമയുടെ പ്രശ്നമല്ല. സിനിമയുടെ രീതി അങ്ങനെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൂടി നിങ്ങൾ കണക്കാക്കുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണുക, അല്ലെങ്കിൽ കാണാതിരിക്കുക. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇത് ട്രെയിലറിൻ്റെ കമൻറ്റ് വായിക്കാൻ പോയപ്പോൾ അത് കണ്ടിരുന്നു. ഇത് മറ്റേ ഒരു കൊറിയൻ സിനിമയാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. സേവ് ദ ഗ്രീൻ പ്ലാനറ്റ് അങ്ങനെ എന്തോ ആണ് സിനിമയുടെ പേര്. അതിൻ്റെ ഒരു റീമേക്കാണിതെന്ന് പലരും പറയുന്നത് കേട്ടു. ആ സിനിമയെ കണ്ടിട്ടില്ല. അത് വേണമെങ്കിൽ കണ്ടിട്ടുണ്ട് എങ്ങനെയിട്ടൊന്ന് പറയാം. ഇത് തന്നെയാണോ ഇതിൻ്റെ റീമേക്കാണോ എന്ന് നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് അറിയിക്കാനുള്ളത്, ഇതിൽ എമ സ്റ്റോണിൻ്റെ പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നു. അതുമാത്രമല്ല മറ്റേ നായകൻ, രണ്ട് യുവാക്കളുണ്ടല്ലോ, അതിലൊരാളുടെ പേര് ജെസെ പ്ലമോസ്. അദ്ദേഹത്തിൻ്റെ അഭിനയം എടുത്ത് പറയേണ്ടതാണ്. വളരെ നന്നായാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. എമ സ്റ്റോണും അതുപോലെ തന്നെയാണ്, പറയേണ്ടത് കാര്യമില്ലല്ലോ. ഇനി നമ്മുടെ കമൻറ്റിലേക്ക് കിടക്കാം. മിസ്റ്റർ സക്രി ആയിക്കോട്ടെ 2 മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നു. Just came back from seeing it. To me, it's Yorgos Lanthimos' best films in a career filled with masterpieces. It's a hilarious and horrifying in equal amounts. അത് കറക്റ്റാണ്. അത്രയും ചിരിക്കാനുണ്ട്, അതുപോലെ നമ്മൾ പേടിപ്പിക്കുകയും ചെയ്യാം സെയിം എമൗണ്ടിൽ. ഇറ്റ്സ് എ ഫിലിം ദാറ്റ് പെർഫെക്റ്റ്ലി encapsulates our era without ever taking down to its audience. In equal levels, the cynical and hopeful for humanity. A perfect movie that deserves every penny of a cinema tickets and every single second of your time. Pretty confident we will still be talking about this one in 100 years. കൊള്ളാം, പുള്ളി പറഞ്ഞാലും കാര്യമുണ്ട്. വളരെ നല്ലൊരു സിനിമയാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ആ സിനിമയുടെ പോക്ക്. ഇനി മറ്റൊരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ മൈൻഡ് ഗെയിം സ്റ്റുഡിയോസ്, ഗെയിംസ് അതില്ല, 4 മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നു. whatever it is that Yorgos has unlocked within Emma Stone in their collaborations over the years, I hope that magic lasts forever. എനിക്കൊന്ന് പൂർ തിങ്സിനും ഇതും വെച്ച് കമ്പയർ ചെയ്തായിരിക്കും പുള്ളി സംസാരിക്കുന്നത്. കൊള്ളാം, വളരെ നല്ല സിനിമയാണ്. നിങ്ങൾ എന്നോട് പേഴ്സണലായി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ നന്നായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് ഫാമിലിയോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റില്ല, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കാണണം. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സഹൃദയരെ, നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ക്ഷമാശീലരായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. വളരെ നന്ദി. വീണ്ടും വരാൻ ശ്രമിക്കുക.